നമസ്കാരം. എംഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടോളറൻസ് ഓഫ് എ ഹോൾ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡാഷ്. അതായത് ഹോളിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹോളും ആൻഡ് മിനിമം ഹോളും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്താ ടോളറൻസ് ഓഫ് ഹോൾ എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീറോ ഇറർ ഓഫ് എ 50 to 75 mm ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ക്യാൻ ബി ചെക്ക്ഡ് വിത്ത് ഡാഷ്. അതിൻ്റെ ഉത്തരം ടെസ്റ്റ് പീസ് ഉണ്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഈ 50 മുതൽ 75 mm ഉള്ള ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന് സെറ്റിനകത്ത് തന്നെ എന്തുണ്ടാവും, ആ കറക്റ്റ് 50 mm ഉള്ള ഒരു ടെസ്റ്റ് പീസ് ഉണ്ട്. ആ ടെസ്റ്റ് പീസ് വെച്ചിട്ടാണ് അത് സീറോ തന്നെയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അബ്രസീവ് ജെറ്റ് മെഷീനിങ് ദി നോസിൽ മൗണ്ട് ഇൻ എ ഫിക്സ്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. അതായത് അബ്രസീവ് ജെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നോസിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അതാണ് ടങ്സ്റ്റൺ കാർബൈഡ് കൊണ്ടാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ലെഡ് സ്ക്രൂ ഓഫ് ലെയ്ത്ത്. അതായത് ലെയ്ത്തിലെ ലീഡ് സ്ക്രൂ ഉണ്ടല്ലോ, ആ ലീഡ് സ്ക്രൂവിൻ്റെ ത്രെഡ് ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് അഹമിക് ത്രെഡാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹെഡ് സ്റ്റോക്ക് ഹാവ് എ ബാക്ക് ഗിയർ മെക്കാനിസം. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉണ്ട്. ഏത് ടൈപ്പാണ് ബാക്ക് ഗിയർ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് സ്റ്റെപ്ഡ് കോൺ പുള്ളി ഹെഡ് സ്റ്റോക്ക് മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ക്ലിയറൻസ് ആംഗിൾ ഓഫ് ലെയ്ത്ത് കട്ടിംഗ് ടൂൾ. അതായത് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെയ്ത്തിൻ്റെ കട്ടിംഗ് ടൂളിൻ്റെ ക്ലിയറൻസ് ആംഗിളിൻ്റെ പർപ്പസ് എന്ത് എന്നാണ്. ക്ലിയറൻസ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, വർക്ക് പീസുമായിട്ട് റബ്ബ് ചെയ്യാതിരിക്കാൻ, അതായത് ടു പ്രിവെൻറ്റ് ടൂൾ റബ്ബിംഗ് വിത്ത് വർക്ക് പീസ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ടേണിംഗ് ദി വർക്ക് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ബോത്ത് ഫേസ് ഓഫ് ദ വർക്ക് പീസ് ആർ ഡ്രില്ല് വിത്ത് ഡാഷ്. അതായത് നമ്മൾ ടേണിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് പീസിൻ്റെ 2 സൈഡിലും എന്ത് ചെയ്യും, സെൻറ്ററിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ചെറിയ ഡ്രില്ല് ചെയ്തിട്ടുണ്ടാവും. അത് ഏത് ടൈപ്പ് ഡ്രില്ലാണ് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതാണ് സെൻറ്റർ ഡ്രില്ല് വെച്ചാണ് ഡ്രില്ല് ചെയ്തിട്ടുണ്ടാകുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ലെയ്ത്ത് ദ ഫോളോവേഴ്സ് റെസ്റ്റ് ഇൻ ഫിക്സഡ് ഓൺ ഇറ്റ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെയ്ത്തിൻ്റെ ഫോളോവർ റെസ്റ്റ് ഉണ്ടല്ലോ, അത് എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ സാഡിലിനകത്തായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാകുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെക്കാനിസം ഈസ് യൂസ്ഡ് ടു കണക്ട് കാരേജ് ടു ലീഡ് സ്ക്രൂ. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചത്, നമ്മുടെ ലെയ്ത്ത് ഉണ്ടല്ലോ, ലെയ്ത്തിലെ ലീഡ് സ്ക്രൂവും കാരേജും കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് മെക്കാനിസം കൊണ്ടാണ് എന്നാണ്. അത് ഹാഫ് നട്ട് മെക്കാനിസം സഹായത്തിലാണ് ചെയ്തിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്ക്രൂ ത്രെഡ് ലീഡ് ഈസ് ഈക്വൽ ടു ഡാഷ്. അതായത് സ്ക്രൂ ത്രെഡിനകത്ത് ലീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലീഡ് എന്ന് പറയുന്നത് പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് എ സൈൻ ബാർ ഈസ് ഡാഷ്. അതായത് സൈൻ ബാറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് 2 റോളർ, ആ 2 റോളറിൻ്റെ സെൻറ്റർ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്യുന്ന സൈൻ ബാറിൻ്റെ ലെങ്ത് ആയിട്ട് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി കട്ടിംഗ് ഫ്ലൂയിഡ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നോട്ട് എ ഗുഡ് ക്വാളിറ്റിയാണ്, അതായത് ഗുഡ് ക്വാളിറ്റി അല്ലാത്തത് ഏത് കട്ടിംഗ് ഫ്ലൂയിഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഹൈ വിസ്കോസിറ്റിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രാവിറ്റി ഫീൽഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഗ്രാവിറ്റി ഫീൽഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എക്സാമ്പിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് വിക്ഫീൽഡ് ലൂബ്രിക്കേറ്ററാണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ CNC പ്രോഗ്രാം കോഡ് റെപ്രസെൻറ്റ് ഫീഡ് ഇൻ mm or revolution ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം G95 ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ CNC മെഷീൻ വിച്ച് കൺട്രോൾ സിസ്റ്റം ഹാവ് ദി ഫെസിലിറ്റി ടു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ടു കൺട്രോൾ. അതായത് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉത്തരം ബി ആണ്, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോളിംഗ് സിസ്റ്റം ആണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റോട്ടറി മൂവ്മെൻറ്റ് ഇൻ സെഡ് ആക്സിസ് ഓഫ് എ CNC മെഷീൻ ഈസ് കാൾഡ് ഡാഷ്. ഇതിൻ്റെ ആൻസർ സി ആണ്, സി ആക്സിസ് ആണ്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ കട്ടർ ആർ മൗണ്ടഡ് ഓൺ ഡാഷ്. അതായത് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ കട്ടർ എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ആർബറിനകത്താണ് മൗണ്ട് ചെയ്തിട്ടുണ്ടാകുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പിച്ച് സർക്കിൾ ആൻഡ് ഔട്ട്സൈഡ് സർക്കിൾ ഓഫ് എ സ്പർഗീസ് ഈസ് നോൺ ആസ് ഡാഷ്.
അതായത് സ്പർ ഗിയറിൻ്റെ പിച്ച് സർക്കിൾ മുതൽ ഏറ്റവും ടോപ്പിലുള്ള സർക്കിൾ വരയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ അഡിൻഡം എന്നാണ് പറയുന്നത്. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. സപ്പോസ് ക്വസ്റ്റനിൽ പിച്ച് മുതൽ ഏറ്റവും താഴെയുള്ള പോർഷനാണ് പറഞ്ഞത്, നമ്മൾ അതിന് ഡിഡിൻഡം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മാക്സിമം ടേബിൾ ടിൽറ്റിംഗ് ആംഗിൾ ഓഫ് എ യൂണിവേഴ്സൽ മില്ലി മെഷീൻ ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സൽ മില്ലി മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ ടേബിൾ മാക്സിമം എത്ര ഡിഗ്രി തിരിക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 45 ഡിഗ്രി എന്നാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ബിറ്റ്വീൻ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ ടു നമ്പർ ഓഫ് ടീത്ത് ഇൻ സ്പർ ഗിയർ ഈസ് നോൺ ആസ് ഡാഷ്. അതിനെ നമ്മൾ മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡാഷ് ഈസ് നോട്ട് ടൈറ്റൻ പ്രോപ്പർലി ദി ഡ്രോ ബോൾട്ട് വിൽ ഗെറ്റ് ലൂസൺഡ്. അതിൻ്റെ ഉത്തരം ലോക്ക് നട്ടാണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while using the long arbor the arbor will sag off dash is not used. ശരിയായ ഉത്തരം ആർബർ സപ്പോർട്ട് എന്നാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഇൻവോൾവ് ഗിയർ കട്ടർ ഈസ് യൂസ്ഡ് ടു കട്ട് റാക്ക്. അതിൻ്റെ ഉത്തരം 1. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്ലോട്ട് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി മില്ലി മെഷീൻ ടേബിൾ ഫോർ ക്ലാമ്പിംഗ് വർക്ക് പീസ് ഓർ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. അതിൻ്റെ ഉത്തരം ടി സ്ലോട്ട് എന്നാണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മില്ലിംഗ് പ്രോസസ് ദി വർക്ക് ഈസ് ഫീഡിങ് എഗെയിൻസ്റ്റ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കട്ടർ. ദി മെത്തേഡ് ഈസ് നോൺ ആസ് ഡാഷ്. അതിൻ്റെ ഉത്തരം അപ്പ് മില്ലിംഗ് എന്നാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കട്ടിംഗ് സ്പീഡ് ഓഫ് ദി സൈഡ് ആൻഡ് ഫേസ് മില്ലിംഗ് കട്ടർ ഹാവിങ് ഔട്ടർ ഡയ 125 mm ആൻഡ് റണ്ണിങ് അറ്റ് RPM 80. സോ കട്ടിംഗ് സ്പീഡാണ് കാണാൻ പറഞ്ഞത്. കട്ടിംഗ് സ്പീഡ് കാണാനുള്ള ഫോർമുല കട്ടിംഗ് സ്പീഡ് ഈക്വൽ ടു πdn ഡിവൈഡ് ബൈ 1000 എന്നാണ് അതിൻ്റെ ഫോർമുല. പൈ എത്രയാണ്? 3.14 ആണെന്ന് അറിയാം. 3.14 ഇൻറ്റു ഡയമീറ്റർ എത്രയാണ്? 125 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 1000 ചെയ്ത് എത്ര കിട്ടും ചോദിച്ചാൽ 31.4 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ആണ് എ ആണ്. 31 മീറ്റർ പെർ മിനിറ്റ് ആണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമുല ഓഫ് സിമ്പിൾ ഇൻഡെക്സിങ് ഈസ് ഡാഷ്. സിമ്പിൾ ഇൻഡെക്സിൻ്റെ ഫോർമുല ഏതാണെന്ന് വെച്ചാൽ 40 ഡിവൈഡ് ബൈ n എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് എ സ്പർ ഗിയർ ഓഫ് 2 മൊഡ്യൂൾ ടീത്ത് 47. അതായത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞത്. സ്പർ ഗിയറിൻ്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ, അതിൻ്റെ മൊഡ്യൂൾ എത്ര തന്നിട്ടുണ്ട്? മൊഡ്യൂൾ 2 പിന്നെ ടീത്തുകളുടെ എണ്ണം 47 തന്നിട്ടുണ്ട്. സോ നമുക്കാണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ കാണാൻ നേരത്തെ ഇത് ഇൻറ്റു ചെയ്താൽ 47 ഇൻറ്റു 2 ചെയ്ത് എത്ര കിട്ടും? 14 94 എന്ന് കിട്ടും. സോ ആൻസർ ഏതാണ്? എ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിച്ച് ഓഫ് ദ ടേബിൾ ലീഡ് സ്ക്രൂ ഓഫ് മില്ലി മെഷീൻ ഈസ് 5 mm വൈൽ ലീനിയർ ഇൻഡെക്സിങ് ടു ഗെറ്റ് 1 mm മൂവ്മെൻറ്റ് ഹൗ മെനി ടൈം ദി ക്രാങ്ക് ഓഫ് ഇൻഡെക്സിങ് ഹെഡ് വിൽ ടേൺ. അതിൻ്റെ ഉത്തരം 8 ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെക്കാനിസം യൂസ് ഇൻ ഇൻഡെക്സിങ് ഹെഡ്. ഇൻഡെക്സിങ് ഹെഡിൽ ഏത് മെക്കാനിസം യൂസ് ചെയ്യുന്നത്? വോം ആൻഡ് വോം ഗിയർ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഗ്രൈൻഡിംഗ് വീൽ ഈസ് സ്പെസിഫൈഡ് ആസ് 32A46H8V. ഇൻ ദിസ് ലെറ്റർ വി റെപ്രസെൻറ്റ് ഫോർ ഡാഷ്. ഈ വി എന്ന് പറയുന്നത് ഇതൊരു ഗ്രൈൻഡിംഗ് വീലിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അതിൽ ലെറ്റർ വി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ബോണ്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. Next question, in centerless grinding the longitudinal feed rate can be verified by changing dash. അതിൻ്റെ ഉത്തരം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ കൺട്രോൾ വീൽ. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി ലാർജ് ഡയമീറ്റർ വീൽ എ ഫൈൻ ഫിനിഷിംഗ് ഈസ് റിക്വയർഡ്. അതിൻ്റെ ഉത്തരം ഷെല്ലാക് ബോണ്ട് എന്നാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഗ്രെയിൻ സൈസ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ ഈസ് 24. ഇറ്റ് ഈസ് എ ഡാഷ് ഗ്രെയിൻ വീൽ. അതിൻ്റെ ഉത്തരം കോറസ് എന്നാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ ഗ്രൈൻഡിങ് സോഫ്റ്റ് മെറ്റൽ ദി ചിപ്പ് ആർ ഗെറ്റ് ക്ലോഗ്ഡ് ബിറ്റ്വീൻ ദി അബ്രസീവ് പാർട്ടിക്കിൾ ഓഫ് ദി വീൽ. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഗ്രൈൻഡിങ് വീലിനകത്ത് നമ്മുടെ സോഫ്റ്റ് ആയ മെറ്റൽ ഗ്രൈൻഡിങ് സമയത്ത് നമ്മുടെ അബ്രസീവ് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഗ്രൈൻഡിങ് വീലിൻ്റെ എന്ത് ചെയ്യും? മേലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതിനെന്താണ് പറയുന്നത് എന്നാണ്. അതിനെ നമ്മൾ ലോഡിങ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൂൾ യൂസ്ഡ് ടു ഡ്രസ്സിങ് ദ ഗ്രൈൻഡിങ് വീൽ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് നമ്മൾ ടൂള് യൂസ് ചെയ്യുന്നുണ്ട്, ഇത് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി, ഗ്രൈൻഡിങ് വീൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെന്ത് പറയുന്നത് എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ, എന്താ പറയുക, വീൽ ഡ്രസ്സർ എന്നാണ് അതിന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പ്രോസസ് ഓഫ് ഷേപ്പിംഗ് ഓഫ് ഗ്രൈൻഡിങ് വീൽ ടു മേക്ക് ഇറ്റ് റൺ കോൺസെൻട്രേറ്റ് വിത്ത് ആക്സിസ് ഈസ് നോൺ ആസ് ഡാഷ്. അതിനെ നമ്മൾ ടേണിംഗ് എന്നാണ് പറയുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. ഇൻ സെൻട്രൽസ് ഗ്രൈൻഡർ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീൽ ദി കൺട്രോൾ വീൽ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡാഷ്. അതായത് സെൻട്രൽലെസ് ഗ്രൈൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ്, അതായത് ഇൻക്ലൈൻഡ് ആംഗിൾ എത്രയാണ്, അത് 0 മുതൽ 7 ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ന്യൂ കാർപ്പറ്റ് ടിപ്പ് ടൂൾ റിക്വയർഡ് റീഷാർപ്പണിങ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഗ്രൗണ്ട് ടു റഫ്രം വിത്ത് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഗ്രീൻ ഗ്രിഡ് സിലിക്കൺ കാർബൈഡ് ആണ്. ഡി ആണ് ശരിയായ ഉത്തരം.